CP ട്രസ്റ്റിന്റെ വിഷു ഈസ്റ്റർ കിറ്റ് വിതരണം ചെയ്തു. വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തീരദേശ മേഖലയിലെ അർഹരായവർക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തത്. ഓരോ പ്രദേശത്തും ഗ്രാമപഞ്ചായത്തുകളുടെയും സന്നദ്ധ സേനകളുടെയും മറ്റും സഹകരണത്തോടെയാണ് അർഹരായവരെ കണ്ടെത്തിയത്. മേഖലയിലെ 1.5 ലക്ഷത്തോളം പേർക്ക് റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് ഭക്ഷ്യ കിറ്റുകൾ നൽകി. കയ്പമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. CP ട്രസ്റ്റ് അംഗങ്ങളായ ഷമീർ എളയടത്ത്, ഹിലാൽ കുരിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ഇസ്ഹാഖ്, ദേവിക ദാസൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ചെന്ന് അവിടെ നിന്ന് നമുക്കൊരു വലിയ ട്രോഫി, അതെല്ലാം ഫോട്ടോസ് വെച്ചുകൊണ്ട് വലിയ ട്രോഫി, വളരെ ഒരു അംഗീകാരം ഫസ്റ്റ് എനിക്ക് കൈപ്പല പഞ്ചായത്തിൽ വന്നിട്ട് ഫസ്റ്റ് അംഗീകാരം കിട്ടിയത് സാരിക്കട കയ്യിൽ നിന്നാണ്. ആ ഒരു ബഹുമാന സ്നേഹവും കടപ്പാടും മരിച്ചാൽ പോലും മറക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് അന്ന് എല്ലാ വർഷവും നമുക്ക് ഇത്തരത്തിൽ കിറ്റ് തരികയും ഇപ്പം ഹരിതകർമ്മസേന അംഗങ്ങൾ വന്നതിന് ശേഷം അവർക്കായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തരികയും ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ ആ കിറ്റ് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് 50 തന്നെ തരാൻ സാധിക്കുള്ളൂ, പക്ഷേ എല്ലാവർക്കും എത്തിക്കട്ടെ, എനിക്ക് പറ്റാണ്ടായി തുടങ്ങിയിട്ട് വന്നു. പക്ഷെ എങ്കിലും നൈപുണ്യ പരിപാടിക്ക് വന്ന് സംസാരിച്ചോട്ട് നിൽക്കാനും ഞാൻ പറഞ്ഞ സാരിക്ക, ഞങ്ങൾക്ക് പഞ്ചായത്തിനൊന്നും തന്നില്ലെങ്കിലും പ്രശ്നമില്ല, നൈപുണ്യയുടെ ഒരുപാട് കാര്യങ്ങൾ സാരിക്ക് ചെയ്യാൻ സാധിക്കും, അത് ചെയ്യുന്ന രീതിയിലും സംസാരിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞ പ്രസിഡന്റിനെ കപ്പൽ പഞ്ചായത്തിനൊന്നും വേണ്ടല്ലേ, ശരിയാണ്, ഞാൻ എന്തായാലും ഇവർക്ക് അടി ചെയ്ത് കൊടുക്കാൻ വന്നു. പോകുന്ന നേരത്തെ എന്നൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് വന്നു, നോക്കാട്ടാവെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും നമുക്ക് അതിദരിദ്രർക്കും ആശ്രയം വളർത്തിയപ്പോഴേക്കും വാർഡിൽ നിന്ന് കുറച്ച് പേർക്കും അതുപോലെ തന്നെ ഹരിതകർമ്മസേന ആൾക്കാർക്കും എല്ലാവർക്കും അടങ്ങുന്ന രീതിയിൽ ഇത്രയും കിറ്റ് തന്നത് എന്താ പറയാ, ഭയങ്കര അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഈ ഭൂമിയെ വരും തലമുറയ്ക്ക് ഇനി ജീവിക്കാനായി കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നിങ്ങളാണ്. കാരണം അത്രമാത്രം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്, അത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യം ടൺ കണക്കിനാണ് നമ്മളുടെ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ടൺ കണക്കിന് മാലിന്യങ്ങൾ നമ്മളുടെ ഈ ഭൂമിയിലുണ്ടെങ്കിൽ 25 വർഷം കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ഭൂമിയെ കിട്ടില്ല. അപ്പോ എങ്ങനെ അഭിനന്ദിച്ചാലും മതിയാവില്ല, നിങ്ങൾക്ക് എന്ത് തന്നാലും മതിയാകില്ല. ബിഗ് സല്യൂട്ട്. കാരണം അത്രമാത്രം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്. നമ്മുടെ ട്രസ്റ്റ് മാക്സിമം ഇപ്പൊ നമുക്ക് അസുഖങ്ങൾ, കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരുന്നത്, നമ്മളുടെ ഡയാലിസിസ് സെന്റർ അടുത്ത് നമ്മളുടെ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം 30 പേർക്ക് ഡയാലിസിസ് ചെയ്യാവുന്ന സംവിധാനത്തോടു കൂടിയ ഡയാലിസിസ് സെന്റർ നമ്മുടെ വലപ്പാട് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ സിറ്റി ജംഗ്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതിന്റെ പ്രവർത്തനം വർക്ക് തുടങ്ങി.